ഹലോ, എനിക്കിപ്പോൾ സർജറി പോസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇന്ന് ഒ ടിയുടെ ആണ്. നമ്മൾ റോൾ നമ്പർ വെച്ചിട്ടാണ് കയറുന്നത്. സോ ഞങ്ങൾ സ്ക്രബ്സൊക്കെ ഇട്ട് റെഡിയായി. ഇന്ന് 3 സർജറിയാണ് ഉണ്ടായിരുന്നത്. ലൈക്ക് ഒരു ഫെമറൽ ഹെർണിയ, ഒരു അംബ്ലിക്കൽ ഹെർണിയ, ഒരു ഹെമറോയിഡ്സ്. ഫെമറൽ ഹെർണിയ കയറുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചു. അനാട്ടമി, ഫെമറൽ കനാലിൻ്റെ ഒക്കെ നോക്കി. ഇനി എങ്ങാനും സാർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബ്ലിങ്ക് അടിച്ച് നിൽക്കണ്ടല്ലോ. 9 to 12 ആണ് പോസ്റ്റിംഗ്. ഈ ടൈമിലാണ് ഞങ്ങൾ ഒ ടി കയറുന്നത്. 5 പേര് വെച്ചിട്ടാണ് ഒ ടി കയറുന്നത്. ഒ ടി കഴിഞ്ഞ് വേഗം സ്ക്രബ്സൊക്കെ മാറ്റി ഇനി 12 to 1 ക്ലാസ് ഉണ്ട്. സർജറീൻ്റെ തന്നെ കേസ് ഡിസ്കഷനാണ് നമ്മുടെ ലെക്ചർ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് വീണ്ടും വന്നോ കേസ് പ്രസൻറ്റേഷൻ? പിന്നെ ഉച്ചയ്ക്ക് 2 to 4 ക്ലാസ് ഉണ്ടായി. സർജറി 3 മണിക്കൂർ നിന്നിട്ട് കാലുവേദന എടുത്ത് ഭയങ്കര ക്ഷീണമായിരുന്നു. ഈവനിങ് ആണെങ്കിൽ മഴയും പെയ്തു. മീറ്റ്സിൽ പോയി കുറച്ച് ലേസും സ്നാക്സൊക്കെ മേടിച്ച് നമ്മൾ റൂമിൽ പോയി. ക്ഷീണം കാരണം ഞാൻ കിടന്നുറങ്ങി. ഒരു 6 മണി 6:30 ആയപ്പോൾ പിന്നെ എണീറ്റ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്ന് കുറച്ച് നേരം വത്തിരുന്ന് ഫോൺ നോക്കിയിരുന്നു. പിന്നെ എൻ്റെ ടേബിൾ ആകെ മൊത്തം വൃത്തിയോടെ കിടക്കായിരുന്നു. എൻ്റെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തു വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ റെപ്പ് മെഡിസിൻ്റെ ബുക്ക്, ക്ലിനിക്സിൻ്റെ ബുക്ക് ഓർഡർ ചെയ്തപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് നടന്നു. അതൊക്കെ ഒന്ന് ഞാൻ തുറന്നു നോക്കി. മെഡിസിൻ അർച്ചിത് ബോളൂറിൻ്റെ ക്ലിനിക്കൽ ടെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുറന്നു നോക്കി. കുഴപ്പമില്ല, നല്ല ബുക്ക് തന്നെയാണ്. ഇനി അതിരുന്ന് പഠിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇത്രയും ദിവസത്തെ കിട്ടാതിരുന്നതിൻ്റെ വിഷമമായിരുന്നു. ഇനിയിപ്പോൾ കിട്ടിയിട്ട് ഇനി അത് സൈഡിൽ വെക്കാണ്ട് പഠിക്കാൻ നോക്കണം. പിന്നെ നാളത്തേക്ക് ഡെർമറ്റ് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എഴുതണമെന്ന് വെച്ചിട്ട് മാരോ നോട്ട്സ് നോക്കി എഴുതി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് എത്ര നേരം എഴുതിക്കൊണ്ടിരുന്ന ടോപ്പിക് അല്ല അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെട്ടി പുതിയ തുറന്നിരുന്നു എഴുതി. അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞ് ആകെ ഒരു മടുപ്പായിരുന്നു. എനിക്കിന്ന് കുറച്ചെങ്കിലും ഒരു 1 hour പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സർജറി കണ്ട ടോപ്പിക്ക് തന്നെ പഠിക്കാമെന്ന് വെച്ചാൽ ഹെർണിയ, ലൈക്ക് ഫെമറൽ ഹെർണിയം. ഇത് ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന ടോപ്പിക്ക് തന്നെ, പക്ഷെ ഒന്നും ഓർമ്മയില്ല. ലിറ്ററലി എല്ലാം മറന്ന്. റിവൈസ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണിത് മെയിൻലി. ഞാൻ അത് കുറച്ച് ഇരുന്ന് വായിച്ചു. പിന്നെ ആകെ ഒരു മണിക്കൂറൊക്കെ പഠിച്ച് കാണത്തുള്ളൂ. അപ്പോഴേക്കും പിന്നെയും സർജറിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനാട്ടമി നന്നായിട്ട് അറിയണം. അനാട്ടമി ഫസ്റ്റ് ഇയറിൽ പഠിച്ചാൽ പിന്നെ അത് ഫുള്ള് മറന്നുപോയി. അപ്പോൾ വീണ്ടും ഒരു ബേസിക്സ്, ഒരു ടോപ്പിക്കിൻ്റെ ബേസിക് എങ്കിലും അനാട്ടമി നമ്മൾ പഠിച്ചിട്ട് വേണം സർജറി പഠിക്കാതിരിക്കാൻ.
ഇപ്പോൾ കുറേ നേരം എടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു ടോപ്പിക്ക് പഠിക്കാൻ തന്നെ. ഞാനിപ്പോൾ അതും ഹെർണിയൊക്കെ ആണെങ്കിൽ കുറേ ടൈപ്സ് ഉണ്ട്, ഇൻക്വൈനൽ, ഫെമറൽ, അംബ്ലിക്കൽ. ഇന്ന് നമ്മൾ സർജറി കണ്ട തന്നെ ഫെമറലും അംബ്ലിക്കൽ ഹെർണി. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ അനാട്ടമിയും സർജിക്കൽ പ്രൊസീജിയേഴ്സൊക്കെ രണ്ടും സെയിം തന്നെ ചെയ്തത്. പക്ഷെ നമ്മൾ അനാട്ടമി അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക് തന്നെ എനിക്ക് കുറേ ടൈം എടുത്ത്. അത് SRB ലൈക്ക് കുറേ അതിലും നല്ല തിക്ക് ബുക്കല്ലേ, കുറേ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒക്കെ വായിച്ചു വരുമ്പോഴേക്കും അടിച്ചു പോയി ആക്ച്വലി. പിന്നെ ഞാൻ കൂടുതലൊന്നും അത്രയ്ക്ക് പഠിക്കാമെന്നില്ല. രാത്രി ക്ഷീണമായിട്ട് വീണ്ടും കുറച്ച് നോക്കിയുള്ളൂ. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് ഞാൻ കുറച്ച് സമയം 1 hour എങ്കിൽ 1 hour പഠിക്കാനായിട്ട് ടേബിളിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്നല്ലോ എന്ന്. ലൈക്ക് ഞാനൊക്കെ ആക്ച്വലി ഇൻറ്റേർണൽ എക്സാം അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റ് പറഞ്ഞ് ആ ഒരു 1 week ബിഫോറാണ് ബുക്ക് തുറന്ന ആ ടോപ്പിക്ക് പഠിക്കുന്ന ആൾ. ഡെയിലി ഇങ്ങനെ. പക്ഷേ ഫൈനൽ ഇയർ എത്തി പിന്നെ അതെന്തായാലും നടക്കില്ല, കാരണം അമ്മാതിരി 11 സബ്ജക്ട്സോളം പഠിക്കാണ്ട് നമുക്ക്. അപ്പം ഡെയിലി ഞാൻ കുറച്ച് നേരമെങ്കിലും പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷനിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഇന്നിപ്പോൾ കുറച്ച് ഹെർണിയെ കുറിച്ച് കുറച്ച് പഠിച്ചു. ഇനി നാളെ ഒന്നുകൂടെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാതിരിക്കണം.